சார் பாருங்க சார், அவர் அங்க உள்ள வர சொல்லுங்க சார். ക്യൂവിൽ നിന്ന ആളുകളെ இருந்தா ഉള്ള വர சொல்லுங்க സാർ. മെയ് 1 വർഷത്തിൽ ഒരിക്കൽ മാത്രം പ്രവേശിക്കാൻ പറ്റുന്ന ഒരു മനോഹരമായ ട്രക്കിങ്ങിനാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. നിങ്ങളെല്ലാം അറിയാവുന്നതുപോലെ നമ്മുടെ തമിഴ്നാട് കേരള സർക്കാർ ഒന്നിച്ച് നടത്തുന്ന ഒരു ഉത്സവം മംഗളാദേവി ക്ഷേത്ര ട്രക്കിങ്. ആ കണ്ണകി ക്ഷേത്ര ട്രക്കിങ്ങിനേക്കാണ് നമ്മുടെ ഈ യാത്ര. അപ്പോൾ നമ്മൾ നേരെ കുമളി ചെല്ലുന്നു. കുമളിയിൽ നിന്ന് ജീപ്പ് എടുത്ത് നേരെ മംഗളാദേവി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്ന ബ്ലോക്കാണ്. ഈ ഒരു ക്യൂവിൽ നിന്ന് വേണം നമുക്ക് ഈ മംഗളാദേവി ക്ഷേത്രത്തിൻ്റെ പാസ് എടുക്കാൻ. അങ്ങനെ നമ്മളും ഒരു ജീപ്പിൽ കയറിപ്പറ്റി. ഈ ട്രക്കിങ്ങിൻ്റെ ഒരു പ്രത്യേകത, കേരള തമിഴ്നാട് അതിർത്തിയിലെ 1000ഓളം വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ ഉത്സവമാണ്. എല്ലാ വർഷവും ചിത്ര പൗർണമി നാളിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പൊതുജനങ്ങൾക്ക് പ്രവേശനം നൽകുന്നു. ഇനി നമ്മുടെ മംഗളാദേവി ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 4300 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം പ്രകൃതി ഭംഗിയും ചരിത്രവും ഐതിഹ്യവും ഒരുപോലെ കോർത്തിണക്കിയ ഒരു അത്ഭുത സ്ഥലമാണ്. നമ്മുടെ കുമളിയിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ വനപാതയിലൂടെ സഞ്ചരിച്ചാണ് ഇവിടെ എത്തിച്ചേരുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നാൽ, വർഷത്തിൽ സാധാരണ ദിവസങ്ങളിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല. അറിയാമല്ലോ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ചിത്ര പൗർണമി ദിനത്തിൽ മാത്രമാണ് ആയിരക്കണക്കിന് ഭക്തർക്കായി ഈ ക്ഷേത്രം തുറന്നു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്ര പ്രവേശനം പലർക്കും ജീവിതത്തിലെ ഒരു അപൂർവ അത്ഭുതമാണ്. തന്നെയുമല്ല, തമിഴ്നാട് കേരള ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഒന്നിച്ച് ആഘോഷിക്കുന്ന ഒരു ആഘോഷം കൂടെയാണ് നമ്മുടെ ഈ മംഗളാദേവി ക്ഷേത്രം. ഇനി ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രശസ്തമായ കഥയിലേക്ക് പോകാം. തമിഴ് സാഹിത്യത്തിലെ മഹാകാവ്യമായ ശിലപ്പതികാരം എന്ന കൃതിയിലെ പ്രധാന കഥാപാത്രമായ കണ്ണകിയുമായി ഈ ക്ഷേത്രത്തിന് അടുത്ത ബന്ധമുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഐതിഹ്യം അനുസരിച്ച് കണ്ണകിയുടെ ഭർത്താവായ കോവലന് അന്യായമായി ശിക്ഷ വിധിച്ചതിനെ തുടർന്ന് കണ്ണകി മധുര നഗരം നശിപ്പിക്കുകയും പിന്നീട് ഈ മലനിരകളിലേക്ക് എത്തുകയും ചെയ്യൂ എന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് അവരെ ദേവിയായി ആരാധിക്കാൻ ആരംഭിക്കുകയും അതിൻ്റെ സ്മരണയ്ക്കാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്നും വിശ്വസിക്കപ്പെടുന്നു. ചരിത്രപരമായി നോക്കുമ്പോൾ ഈ ക്ഷേത്രം ഏകദേശം 1000 വർഷത്തിലേറെ പഴക്കമുള്ളതായാണ് കരുതപ്പെടുന്നത്. പുരാതന ശില്പകലയുടെ മനോഹരമായ ഉദാഹരണങ്ങൾ ഇവിടെ കാണാം. ഇന്ന് ക്ഷേത്രത്തിൻ്റെ പല ഭാഗങ്ങളും കാലപ്പഴക്കത്താൽ തകർന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ ആ ഗാംഭീര്യം ഇപ്പോഴും നിലനിൽക്കുന്നു. ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ ശൈലി ശ്രദ്ധിച്ചാൽ വലിയ കരിങ്കൽ കല്ലുകൾ ഉപയോഗിച്ചാണ് ഇത് പണിതിരിക്കുന്നതെന്ന് കാണാം. മലമുകളിലെ ഈ നിർമ്മിതി അന്നത്തെ ശില്പവിദ്യയുടെ മികവ് വ്യക്തമാക്കുന്നു. ഇവിടെ നിൽക്കുമ്പോൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്രത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന ഒരു അനുഭവം കൂടെ നമുക്ക് ലഭിക്കുന്നു. മംഗളാദേവി ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇവിടെ നിന്ന് കാണാൻ കഴിയുന്ന കാഴ്ചകളാണ്. ചുറ്റും പച്ച പുതപ്പിച്ച വനങ്ങൾ, മലനിരകൾ, താഴ്വരകൾ എന്നിവ മനസ്സിനെ കീഴടക്കും. പ്രകൃതിയെ സ്നേഹിക്കുന്ന ആർക്കും നമ്മുടെ ഈ ഒരു സ്ഥലം കണ്ടു കഴിഞ്ഞാൽ സ്വർഗ്ഗമായി തോന്നും. ഈ പ്രദേശം പെരിയാർ ടൈഗർ റിസർവിൻ്റെ വനമേഖലയിൽ ചേർന്നതിനാൽ ഇവിടെ വൈവിധ്യമാർന്ന വന്യജീവികളെ കാണപ്പെടുന്നു. യാത്രയ്ക്കിടയിൽ കാട്ടാനകൾ, മാൻ, വിവിധയിനം പക്ഷികൾ എന്നിവയെ കാണാനുള്ള സാധ്യതയും ഉണ്ട്. ചിത്രപൗർണമി ദിനത്തിൽ ക്ഷേത്രം തുറക്കുമ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലുമുള്ള ആയിരക്കണക്കിന് ഭക്തർ ഇവിടെ എത്തിച്ചേരുന്നു. മതപരമായ ചടങ്ങുകളും പൂജകളും പ്രത്യേക പ്രാർത്ഥനകളും ഈ ദിവസം നൽകുന്നു. ആ ദിവസത്തെ അന്തരീക്ഷം വളരെ ഭക്തനിർഭവും ആഘോഷപൂർണവുമാണ്. ഇവിടേക്ക് വരുന്നവരുടെ ഒരു പ്രത്യേക ശ്രദ്ധയ്ക്ക് നമ്മുടെ വനപാലകർ, അത് തമിഴ്നാടും കേരളത്തിൻ്റെയും വനപാലകരുടെയും ഫോറസ്റ്റ് ഇവരുടെ RTOയുടെയും ഒക്കെ നിർദ്ദേശം, പോലീസിൻ്റെ എല്ലാ നിർദ്ദേശം അനുസരിച്ച് വേണം നമുക്ക് ഈ കാടിനുള്ളിലേക്ക് പ്രവേശിക്കാൻ. സുഹൃത്തുക്കളെ, മംഗളാദേവി ക്ഷേത്രം ഒരു ആരാധനാലയം മാത്രമല്ല, ചരിത്രവും സാഹിത്യവും സംസ്കാരവും പ്രകൃതിയും ഒരുമിച്ച് ചേരുന്ന ഒരു അതുല്യ അനുഭവമാണ്. ഇതൊരിക്കൽ ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചാൽ ആ അനുഭവം ജീവിതകാലം മുഴുവൻ ഓർമ്മയിൽ നിലനിൽക്കും. പിന്നെ പ്രത്യേകിച്ച് പറയാൻ, ഇവിടെ എത്തുന്നവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയാം. വെള്ളവും ലഘുഭക്ഷണവും കയ്യിൽ കരുതുക, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉപേക്ഷിക്കാതിരിക്കുക, വന്യജീവികളെ ശല്യപ്പെടുത്താതിരിക്കുക, പിന്നെ അധികൃതരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക, എസ്പെഷ്യലി നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ. പിന്നെ വരുന്നത് പ്രകൃതിയെ സംരക്ഷിക്കുക. അതുമാത്രമല്ല, നല്ലൊരു ഉത്തരവാദിത്തത്തോടെ ഉള്ള ഒരു യാത്രയായിരിക്കണം, കാരണം ഇത് ഫോറസ്റ്റിനകത്തൂടെയുള്ള യാത്രയാണ്. ഇനി വ്യക്തിപരമായി പറയുകയാണെങ്കിൽ, മംഗളാദേവി ക്ഷേത്രം എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് അതിൻ്റെ ദുരൂഹതയാണ്. വർഷത്തിലൊരു ദിവസം മാത്രം തുറക്കുന്നു. ചരിത്രവും ഐതിഹാസികവും കലർന്ന കഥകൾ, 1000 വർഷത്തിലേറെ പഴക്കമുള്ള നിർമ്മിതി, പശ്ചിമഘട്ടത്തിൻ്റെ അതിമനോഹരമായ പ്രകൃതി ഭംഗി, ഇതെല്ലാം ചേർന്നപ്പോൾ ഈ സ്ഥലം മറ്റെവിടെയും കാണാത്ത ഒരു അനുഭവമായി മാറുന്നു. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ പരിസര പ്രദേശങ്ങളാണ്. അവിടെയുള്ള വളരെ സെക്യൂരിറ്റിയും കാര്യങ്ങളും, കാരണം ഏകദേശം 3 ഡിപ്പാർട്ട്മെൻറ്റ് ഒന്നിച്ച് നടത്തുന്നതാണ്. അതായത് ഫോറസ്റ്റ്, പോലീസ്, RTO
എന്നിവ, പിന്നെ 2 സ്റ്റേറ്റിൻ്റെയും കളക്ടർമാർ, റവന്യൂ എല്ലാവരും ചേർന്നാണ് ഈ ഒരു ഉത്സവം നടത്തുന്നത്. അതിൻ്റെ ഒരു തിരക്കും അതിൻ്റെ ഒരു സെക്യൂരിറ്റി ഫീച്ചേഴ്സ് എല്ലാം നമുക്കവിടെ കാണാൻ കഴിയും. എല്ലാ സ്ഥലത്തും കാണുന്നത് പോലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ഇത്രയും മനോഹരമായ ഫോറസ്റ്റിനകത്ത് ഇതിൻ്റെ പ്രത്യേകത, ഇത് ക്ലീൻ ചെയ്യുമായിരിക്കും, പക്ഷേ ചെയ്തില്ല എങ്കിൽ നാളെ മുതൽ ഇവിടെ വന്യമൃഗങ്ങൾ പോകേണ്ട സ്ഥലമാണ്. വന്യമൃഗങ്ങൾ വിഹരിക്കുന്ന സ്ഥലങ്ങളാണ് ഈ കാണുന്നതെല്ലാം. അപ്പോൾ നാളെ മുതൽ ഇത് മാറ്റിയില്ല എങ്കിൽ ഇവിടെ മൃഗങ്ങൾക്ക് ദോഷമായി സംഭവിക്കും. മാറ്റുമായിരിക്കും, വൈകുന്നേരം അവർ എല്ലാം ക്ലിയർ ചെയ്യുമായിരിക്കും. എന്തായാലും പല സ്ഥലങ്ങളിലും ഒരുപാട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇതൊരിക്കലും നമുക്ക് അനുവദിക്കാൻ പാടില്ലാത്തതാണ്. ഈ ഒരു ഫോറസ്റ്റിൻ്റെ നടുവിലാണ്. നമ്മളൊരു ചരിത്രത്തെ സ്നേഹിക്കുന്ന ആളാണെങ്കിൽ, സാഹിത്യത്തിൽ താല്പര്യമുള്ള ആളാണെങ്കിൽ, പ്രകൃതിയെ ആസ്വദിക്കുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ വ്യത്യസ്തമായ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മംഗളാദേവി ക്ഷേത്രം സന്ദർശിക്കണം. ഇതൊരു യാത്ര മാത്രമല്ല, ഇത് ഒരു ചരിത്രപരമായ അന്വേഷണം കൂടെയാണ്. ഒരു ആത്മീയ അനുഭവമാണ്, ഒരു പ്രകൃതി പഠനമാണ്. അതിലുപരി കാലത്തിൻ്റെ സാക്ഷിയായി ഇന്നും നിലകൊള്ളുന്ന ഒരു അത്ഭുതത്തെ നേരിൽ കാണാനുള്ള അവസരമാണ്. പിന്നെ എടുത്തു പറയേണ്ടത്, ഇത് നമ്മുടെ കുമിളിയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നുള്ളതാണ്. അതുമാത്രമല്ല, അതുകൊണ്ട് തന്നെ അറിയാമല്ലോ, ഇടുക്കിയിലെ ആ ഒരു മനോഹാരിത നമുക്കറിയാൻ പറ്റും. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ കുമിളിയും തേക്കടി, പെരിയാർ വന്യജീവി സങ്കേതം ഉൾപ്പെടുന്ന ഈ പ്രദേശം പ്രകൃതി സ്നേഹികളുടെ സ്വർഗ്ഗമാണ്. അതുമാത്രമല്ല, തമിഴ്നാടിൻ്റെ കമ്പം തേനി പോകുന്ന ആ ഭാഗത്തിൻ്റെ വനപ്രദേശവും നമ്മുടെ ഈ ഒരു പ്രദേശത്തിലേക്ക് കയറി നിൽക്കുന്നത് കൊണ്ട് തന്നെ തമിഴ്നാടിൻ്റെ ഒരു ഗ്രാമീണ കൃഷി കാഴ്ചകൾ എല്ലാം നമുക്ക് ഈ ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിയിൽ കാണാൻ പറ്റുന്നതാണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്ഷേത്ര പരിസരമാണ്. എന്തായാലും നമ്മൾ ക്ഷേത്രത്തിനകത്ത് കയറാൻ പറ്റുന്നില്ല, അത്രയും ക്യൂവും തിരക്കും ഉണ്ട്. എന്നാലും ആ ക്ഷേത്രത്തിൻ്റെ പരിസരമൊക്കെ നമുക്കൊന്ന് കണ്ടുവരാം. கேட்டு ഉത്സവത്തിൻ്റെ തിരക്കുകൾ ഏകദേശം അവസാനിച്ചു. ഞങ്ങളും തിരിച്ചു. ഞങ്ങൾ തിരിച്ചത് കമ്പംമേട് വഴി ഫോറസ്റ്റ് വഴിയാണ്. ഒരു 7 കിലോമീറ്റർ ഫോറസ്റ്റിനകത്തൂടെ ട്രക്ക് ചെയ്താണ് ഞങ്ങൾ കമ്പംമേട് ഇറങ്ങി. അവിടെ നിന്ന് ബസ് കയറി കുമിളിയിൽ പോയിട്ടാണ് പിന്നെ തിരിച്ചു പോയത്. അപ്പോൾ ഈ പോകുന്ന യാത്ര ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം വെറും കാടിനുള്ളിലൂടെ നമുക്ക് യാത്ര തിരിക്കാൻ പറ്റുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ്. ചോറ് കഴിക്കുക, ചോറിനാണ് നിൽക്കുന്നത്. വേണ്ട, ചോറ് നമ്മൾ കഴിക്കുകയില്ല. சரிங்க. പക്ഷെ ഇവിടെ നിന്ന് കമ്പം കാണാൻ ഒരു രക്ഷയില്ല കേട്ടോ. അപ്പുറത്തുണ്ടോ?
അതെ. നമ്മളെ തമിഴ്നാട് ഫോറസ്റ്റിലെ ഒരു ഉദ്യോഗസ്ഥനാണ് നമ്മളെ ഈ ഒരു വഴി പറഞ്ഞു തന്നത്. കാരണം ഈ കമ്പംമേട് വഴി സാധാരണ അവിടുത്തെ നാട്ടുകാരാണ് പോകുന്നത്. സാധാരണ നമ്മളെപ്പോലുള്ളവർ ജീപ്പിൽ തന്നെയാണ് തിരിച്ചു വരേണ്ടത്. പക്ഷേ ഇവർ എളുപ്പമാണെന്ന് പറഞ്ഞ് നമ്മുടെ ആ ഒരു വഴി കാണിച്ചു തന്നെയാണ്. നമ്മൾ പോകേണ്ട ഒരു 2 മല, ആൾക്കാർ കാണുന്ന 2 മല കഴിഞ്ഞ് വേണം ഇറങ്ങി ഏകദേശം ഒരു 3 മലയോളം കയറി ഇറങ്ങിയാണ് പോകേണ്ടത്. 7 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ അത് ഒരു വളരെ എന്താ പറയുക, ഒരു വളരെ കഷ്ടപ്പെട്ട ഒരു യാത്രയായിരുന്നു. കാരണം അത്രയും നടക്കാനുണ്ട്. ഒരു നല്ല ട്രക്കിങ്ങാണ്. ഈ തിരിച്ചു പോകുന്ന കമ്പമേട് ഇറങ്ങുന്ന വഴിയാണ് നമ്മൾ ഈ കാണുന്നത്. ഇതുപോലെ ഒരു 2-3 മലകൾ കയറി ഇറങ്ങി വേണം അവിടെ എത്താൻ. എന്തായാലും ഈ യാത്ര ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ വഴി പെരിയാർ കടുവ സങ്കേതത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ യാത്രയ്ക്കിടയിൽ കാണുന്ന ഓരോ കാഴ്ചയും വളരെ മനോഹരവും അതേസമയം വന്യജീവികളുടെ സാന്നിധ്യം ഓർമ്മിപ്പിക്കുന്നതുമാണ്. ഇപ്പോൾ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ വഴിയിൽ പല ഭാഗങ്ങളിലും നല്ല വ്യൂ പോയിൻറ്റുകൾ കാണാം. ഇവിടെ നിന്ന് നോക്കുമ്പോൾ താഴെ പരന്നു കിടക്കുന്ന താഴ്വരകളും അകലെ കാണുന്ന തമിഴ്നാടിൻ്റെ ഗ്രാമപ്രദേശങ്ങളൊക്കെ നമുക്കൊരു മനോഹരമായ കാഴ്ച തന്നെയാണ് ഈ യാത്രയിൽ നമുക്ക് നൽകുന്നത്. ഈ യാത്രയുടെ മറ്റൊരു പ്രത്യേകത, ഓരോ വളവും പുതിയ കാഴ്ചകൾ സമ്മാനിക്കുന്നത് പോലെയാണ്. നമ്മുടെ ഈ കാടിൻ്റെ ഒരു വന്യത നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു യാത്ര കൂടിയാണ്. വളരെ ദുർഘടം പിടിച്ച ഒരു യാത്രയായിരുന്നു. കാരണം പലയിടത്തും നമുക്ക് ഈ മരത്തിലൊക്കെ പിടിച്ച് അല്ലെങ്കിൽ ഈ ചെടിയിലൊക്കെ പിടിച്ച് തൂങ്ങി ഒക്കെ ഇറങ്ങേണ്ട ഒരു അവസ്ഥയായിരുന്നു. നമുക്കിത് തമിഴ്നാട് സർക്കാരിലെ ഫോറസ്റ്റുകാർ പണി തന്നെയാണ്. അവരുടെ ഒരു 3 ഓഫീസർമാർ അവിടെ നിൽക്കുകയായിരുന്നു. അവരുടെ അടുത്താണ് ചോദിച്ചത് നമുക്ക് ഇത് എളുപ്പമാണോ എന്ന്. അവർ പറഞ്ഞത് കേട്ടാണ് നമ്മൾ തിരിച്ചത്. എന്തായാലും വലിയ കഷ്ടമായിപ്പോയി. ഈ 2 മല ഇറങ്ങിയാൽ നമുക്ക് 2-3 മല ഇറങ്ങിക്കഴിഞ്ഞാൽ തേനി എത്തുമെന്ന് പറഞ്ഞു. പക്ഷേ ഒരു മല 3-3.5 കിലോമീറ്റർ നമുക്ക് ഇരുന്ന് നിരങ്ങിയൊക്കെ ഇറങ്ങേണ്ട സ്ഥിതിയാണ്. വളരെ കഷ്ടപ്പാടായിപ്പോയി. ഇപ്പോൾ സമയം വൈകുന്നേരത്തിലേക്ക് കടക്കുകയാണ്. ഇത്തരമൊരു യാത്രയിൽ ഏറ്റവും കൂടുതൽ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് പ്രകൃതിയുടെ സൗന്ദര്യം മാത്രമല്ല, മനസ്സിന് ലഭിക്കുന്ന വലിയൊരു സമാധാനമാണ്. ക്ഷേത്ര ദർശനത്തിലൂടെ ലഭിച്ച ഒരു ആത്മീയ അനുഭവം, നമ്മുടെ കാട്ടിലൂടെ സഞ്ചരിച്ചപ്പോൾ ലഭിച്ച പ്രകൃതിയുടെ ശാന്തതയും ചേർന്നപ്പോൾ ഈ ദിവസം ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരു അനുഭവങ്ങളിൽ ഒന്നായി മാറുകയാണ്. കുറച്ച് ദൂരം കൂടി പിന്നിട്ടാൽ നമ്മൾ കമ്പംമേട് ഭാഗത്തേക്ക് എത്തും. മലമുകളിൽ നിന്നുള്ള യാത്ര അവസാനിക്കുമ്പോഴേക്കും ഇവിടെ കണ്ട കാഴ്ചകളും അനുഭവങ്ങളും ഏറെക്കാലം മനസ്സിൽ നിലനിൽക്കും. മംഗളാദേവി ക്ഷേത്ര ഉത്സവത്തിൽ പങ്കെടുത്ത ശേഷം ഈ വനപാതയിലൂടെ സഞ്ചരിക്കുന്നത് ഒരു സാധാരണ യാത്രയല്ല. ഇത് വിശ്വാസത്തിൽ നിന്ന് പ്രകൃതിയിലേക്കുള്ള ഒരു മനോഹര സഞ്ചാരമാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വ്യത്യസ്തമായ യാത്രയിൽ കാണാം. ബൈ. ഇതാണ് യഥാർത്ഥ ട്രക്കിംഗ്. വയറിളകാൻ, ഛർദിൽ, ഡീഹൈഡ്രേഷൻ ഉണ്ടാവും. കാഴ്ചകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊടുങ്കാട്ടിലൂടെയുള്ള യാത്ര. നമുക്ക് ഇടയ്ക്ക് തമിഴ്നാട് സർക്കാരിൻ്റെ ORS പൊടി തരുന്നുണ്ട്. പക്ഷേ നമുക്ക് വെള്ളമില്ല. അങ്ങനെ വന്നപ്പോൾ ഇവിടെ പൈപ്പും വെള്ളവും കിട്ടി. എങ്ങനത്തെ വെള്ളമെന്നൊന്നും നോക്കിയില്ല. നമ്മൾ നന്നായിട്ട് വെള്ളം കുടിച്ചിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ നടന്നു പോയ വഴികൾ പോലെ ഇരിക്കില്ലേ. ഈ കടുവയാണോന്ന് സംശയം.
കടുവ. ശങ്കരാമത്ത് മേലെ ഈ കുത്തിറക്കം 3.5 കിലോമീറ്ററോളം ഉണ്ട്. നമ്മളിത് പെട്ടുപോയതാണ്. മര്യാദയ്ക്ക് നമുക്ക് ജീപ്പിൽ തന്നെ തിരിച്ച് കുമളിയിൽ ഇറങ്ങാമായിരുന്നു. നമ്മളത് ചെയ്യാതെ കമ്പം തേനി വഴി കാണുന്ന തേനി നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അവിടുത്തെ കൃഷി സ്ഥലം വഴി പോകുന്നതാണ്. പക്ഷേ അല്ലാത്തൊരു ദിവസം നമുക്കിതുവഴി പോകാൻ പറ്റില്ല. പക്ഷേ ഇതൊരു ഭാഗ്യമാണ്, കാട്ടിനകത്തൂടെ ഇങ്ങനെ നമുക്ക് പോകാൻ കഴിയുന്നത്. അങ്ങനെ നമ്മൾ വിജയകരമായി പിന്നെ മംഗളാദേവി ക്ഷേത്രത്തിൻ്റെ ട്രക്കിംഗ് കഴിഞ്ഞ് ഇങ്ങ് തേനി എത്തിക്കഴിഞ്ഞു. അപ്പോൾ തേനിയിലെ ഒരു ഗ്രാമമാണ് ഈ താഴ്വരയാണ്. അപ്പോൾ ഇവിടെ അവരുടെ കൃഷിസ്ഥലം ഒക്കെ കാണാൻ പറ്റും. അവരുടെ കുഞ്ഞുങ്ങളൊക്കെ കളിക്കുന്നതാണ് ഇവിടെ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കിനി കുറേ നടക്കാനുണ്ട്. ഇവിടെ നിന്ന് ഇനി ഒരു 1 കിലോമീറ്റർ നടന്നാലേ റോഡിൽ കയറാൻ പറ്റും. അവിടെ നിന്ന് നമുക്ക് കുമളിയിലോട്ട് ബസ് പിടിക്കണം. KSRTC ബസ് പിടിച്ച് നേരെ കുമളി എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കാറും എടുത്ത് എസ്കേപ്പ് ആകാം. അങ്ങനെ നമ്മൾ ആ കമ്പം തേനി ഗ്രാമത്തിലൂടെ, തേനിയിലൊരു സ്കൂളാണ്, അത്യാവശ്യം ചെറിയ സ്കൂളാണ് കേട്ടോ. ഇത് ആ പരിസരത്തുള്ള കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയുള്ള സ്കൂളാണ്. ഇത് കഴിഞ്ഞ് നമുക്ക് നേരെ ഇനി ബസ് സ്റ്റാൻഡിലോട്ട് പോകണം. അപ്പോൾ ഇവിടെ വേറെ വണ്ടികളൊന്നുമില്ല, ഫയർഫോഴ്സിൻ്റെയൊക്കെ വലിയ വാഹനങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അവരുടെ കൃഷി സ്ഥലങ്ങളുടെ നടുക്കൂടെയാണ് നമ്മുടെ ഈ യാത്ര.